കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2024 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് n ഈസ് ഈക്വൽ ടു 11, then sigma x is equal to 117, sigma x square is equal to 1313, sigma y is equal to 260, sigma y square is equal to 6580, sigma xy is equal to 2827. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് R ഈസ് ഈക്വൽ ടു എന്ത് വരും, n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ദെൻ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിനെ അപ്ലൈ ചെയ്യുന്നു. തന്നിരിക്കുന്ന വാല്യൂസ് എന്നിൻ്റെ വാല്യൂ 11 ആണ്, സിഗ്മ എക്സ് എന്ന് പറയുന്നത് 117 ആണ്, സിഗ്മ വൈ എന്ന് പറയുന്നത് 260 ആണ്, സിഗ്മ വൈ സ്ക്വയർ 6580 ആണ്, സിഗ്മ എക്സ് വൈ 2827 ആണ്, സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 1313 ആണ്. ഇപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുന്നു. R ഈസ് ഈക്വൽ ടു സിഗ്മ n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് n ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ n-ൻ്റെ വാല്യൂ കൊടുക്കുന്നു, n 11 ആണ്, ഇൻറ്റു സിഗ്മ എക്സ് വൈ എന്ന് പറയുന്നത് 2827 ആണ്, അതിന് കൊടുക്കുന്നു, മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ആണ്, സിഗ്മ എക്സ് 117 ആണ്, സിഗ്മ വൈ 260 ആണ്, ഡിവൈഡ് ബൈ റൂട്ട് n ഇൻറ്റു, അതായത് n എന്ന് പറയുന്നത് 11 ആണ്, ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ എക്സ് സ്ക്വയർ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നത് 1313 ആണ്, മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്, സിഗ്മ എക്സ് എന്ന് പറയുന്നത് 117 ആണ്, അതിൻ്റെ സ്ക്വയർ കാണും. ഓക്കെ, ഇൻറ്റു റൂട്ട് n ഇൻറ്റു, അതായത് 11 ഇൻറ്റു എന്താണ് സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് 6580 ആണ്, അപ്പോൾ അതിനെ കൊടുക്കുന്നു, മൈനസ് എന്താണ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്, സിഗ്മ വൈ എന്ന് പറയുന്നത് 260 ആണ്, സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 31,097 മൈനസ് 30,420 ഡിവൈഡഡ് ബൈ റൂട്ട് 14,443 മൈനസ് 13,689 എന്ന് വരും, ഇൻറ്റു റൂട്ട് 72,380 മൈനസ് 67,600 ദറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 677 ഡിവൈഡഡ് ബൈ റൂട്ട് 754 ഇൻറ്റു റൂട്ട് 4780 എന്ന് കിട്ടും. അതായത് 677 ഡിവൈഡഡ് ബൈ 27.46 ഇൻറ്റു 69.14, അതായത് 677 ഡിവൈഡ് ബൈ 1898.5844 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.3566 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതിനർത്ഥം എന്താണ്, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്, ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.